ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ സഖ്യ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. യഹിയാ സരി ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ്. യമനിൽ ഹൂതി വിഭാഗങ്ങൾ വളരെ വൈകാതെ തന്നെ കൃത്യമായിട്ടുള്ള അടുത്ത ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ചെങ്കടലിലുള്ള ആക്രമണ പദ്ധതികൾ, ഹൂതി വിമതർ നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിരുന്നില്ല. ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളാണ് അതുവഴി യഹിയാ സരി സമ്മാനിച്ചത്. വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ യമനിൽ യഹിയാ സരി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഉരുക്ക് കോട്ടകളെ മുഴുവൻ തകർത്തെറിയുന്ന ഒരു അസാധ്യമായ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിനെതിരെയുള്ള ഏത് ശത്രു രാജ്യമായിക്കോട്ടെ അവരെയൊക്കെ ഒപ്പം നിർത്താൻ, വിശ്വാസം പിടിച്ചെടുക്കാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വിജയിക്കുന്നുമുണ്ട്. അതിൽ ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതി വിമതരുമുണ്ട്. ഹിസ്ബുള്ള നമുക്കറിയാം ലെബനനിലാണ് പ്രധാനമായി ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച്, ലെബനന്റെ തലസ്ഥാനമാണല്ലോ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അവരെപ്പോഴും നടത്തുന്നത്. ഇസ്രായേൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല, മറ്റ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന ഒരേ ഒരു തെമ്മാടി രാഷ്ട്രം ഇസ്രായേലാണെന്ന് പറയേണ്ടി വന്നാൽ അതിൽ ഒരു തെറ്റുമില്ല. ചോരകൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും തൻ്റെ മകനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായിട്ട്. ഒരു സംശയം വേണ്ട, നെതന്യാഹുവിൻ്റെ വംശത്തെ തന്നെ നശിപ്പിക്കാനുള്ള വലിയ പകയുമായി തന്നെയാണ് അവർ നടക്കുന്നത്. അതിനകത്ത് ഒരു തെറ്റും പറയാനില്ല. കാരണം അത്രയും മഹാപരാധങ്ങൾ ചെയ്തു കൂട്ടി കൂട്ടക്കുരുതി നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂട്ടരെയും തുടച്ചു നീക്കാൻ കഴിയുന്നതെന്തും ചെയ്യാം. അതിലൊന്നും യാതൊരു തെറ്റുമോ കുറ്റമോ ആരെയും പറയാൻ കഴിയില്ല. ഗാസയ്ക്ക് നൽകിയ ആഘാതം, അവിടെ വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും ഉണ്ടായ ചോരക്കുരുതി, അതിൽ നിരപരാധികളായ നിരായുധരായ അനേകായിരം മനുഷ്യരുടെ നിലയ്ക്കാത്ത മുറവിളി, അതിനെല്ലാം കണക്ക് പറഞ്ഞിട്ടേ നെതന്യാഹുവിൻ്റെ അന്ത്യം സംഭവിക്കൂ എന്ന് യഹിയാ സരി വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും കാത്തിരിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ പറയുകയല്ല, കാണിച്ചു തരാമെന്നാണ് യഹിയാ സരി വീണ്ടും വീണ്ടും പറയുന്നത്. യഹിയാ സരിയുടെ വാക്കുകൾ ഒരു വലിയ ശക്തനായ പടയാളിയുടെ വാക്ക് തന്നെയാണ്. മുജ്തബ ഖമേനിയെ പോലെ അതുപോലെ തന്നെ നമ്മൾ വില കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് യഹിയാ സരി.